സുഹൃത്തുക്കളെ, ഉംറയുടെ ചെറിയൊരു രൂപം മുമ്പ് ഞാൻ വിവരിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം അല്പം ചില കാര്യങ്ങൾ കൂടി ഞാൻ വിശദീകരിക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് വളരെ അടിസ്ഥാനമായതും പ്രമാണബദ്ധമായതും ഞാൻ എത്രയോ മുമ്പ് പഠിച്ചതുകൊണ്ട്, അതാണ് എൻ്റെ ചാനലിൻ്റെ പേരിന് ഓർമ്മക്കുറിപ്പുകളിലൂടെ എന്ന് പറഞ്ഞത്. എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുന്നത് കൊണ്ട് ഇതിൽ എവിടെയെങ്കിലും തെറ്റ് വന്നതായിട്ട് ആർക്കെങ്കിലും കണ്ടാൽ സൂചിപ്പിച്ച് തരാമെന്നും, പിന്നെ ചെയ്തും പ്രവർത്തിച്ചും പഠിച്ചും പരിചയമുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ വിശദീകരിക്കുന്നത്. നമ്മൾ പറയുന്നത് ഒരു കിബറെന്നുള്ള നിലക്കായാലേ ഒക്കെ എന്താണ് നമ്മൾ ചെയ്ത ഇബാദത്തുകൾ ബാത്തിലാക്കുള്ളൂ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പഠിപ്പിക്കുക. അത് താലീമിന് പല വകുപ്പുണ്ട്. അപ്പോൾ ആ വകുപ്പ് പെട്ടാണ് ഇത്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഹജ്ജ് ചെയ്യുന്നവർ, അതിൽ പലർക്കും സംശയമുണ്ട്. ഞാൻ സ്ത്രീകളുടെ ഹൗറത്ത് പറഞ്ഞു കൊടുത്ത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ളതാണെന്നും, അപ്പോൾ അവരെ ഹൗറത്ത് കണ്ടാൽ, മുടിയൊക്കെ കണ്ടാൽ തവാഫ് ബാത്തിലാകും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതൊക്കെ മുടി എവിടെയും കാണാൻ പാടില്ല, ഒക്കെ മറക്കണം. മുടിൻ്റെ തുഞ്ചം തലൻ്റെ പരിധിയിൽപ്പെട്ടാന്നതിൽ പറഞ്ഞ് എനിക്ക് തോന്നുന്നു. തലേന്ന് വരുന്ന മുടികൾ ഏത് മുടിയാവട്ടെ അത് മറച്ചിരിക്കണം. എന്നതുപോലെ കൈ നമ്മൾ ഈ വിശാലമായ പർദ്ദൊക്കെ ധരിക്കുമ്പോൾ അത് കൈ പൊന്തിക്കുമ്പോൾ ഇങ്ങനെ ഉയർത്തുമ്പം എന്ത് ചെയ്യും, ഉയർത്തുന്ന സമയത്തായിട്ട് വെളിവാകും. അപ്പോൾ അതുകൊണ്ട് ഒരു സോക്സ് ധരിക്കണം എന്നാണ് പറഞ്ഞത്. സോക്സിന് മുറിക്കാമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വിശദീകരിക്കുക. സോക്സിൻ്റെ കൈഭാഗം, ഈ ഭാഗം മൂടരുത്. മുഖവും മുൻകൈയും എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അവിടെ മുറിച്ച സോക്സ് കിട്ടും. ഇനി മുറിക്കാത്തതാണെങ്കിൽ ആ ഭാഗത്ത് കട്ട് ചെയ്തിട്ട് ധരിച്ചാൽ അവരുടെ ആ ഔറത്ത് മറയും, പരിപൂർണമായിട്ട് മറയും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇഹ്റാം കെട്ടിയവർക്ക് ഹറാമായ കാര്യങ്ങളുണ്ട്. അവരെ നഖം, മുടി ഇതൊന്നും മുറിക്കാൻ പാടില്ല. അത് ഹജ്ജിനാലും ഉംറക്കായാലും. അറിയാതെ ഒടിഞ്ഞു പോയതാണെങ്കിൽ നമുക്ക് പ്രശ്നമുണ്ട്. അറിയാതെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകും. നേരെ മറിച്ച് നമ്മൾ ചീർപ്പെടുത്ത് വാർന്നു, അത് നമ്മളെ കാരണമാണ്. ഇതിങ്ങനെയൊക്കെ കാരണം കൊണ്ട് നമ്മൾ ഈ ഈ ഹറാം ചെയ്താൽ നമ്മൾ അതിന് ഫിദിയ ചെയ്യണം. എന്താണ് ഫിദിയ? അതിന് നമ്മൾ ദാനം ചെയ്യണം. ഒട്ടകത്തിനെ അറുത്ത് കൊടുക്കുക, ആടിനെ അറുത്ത് കൊടുക്കുക, പശുവിനും അറുത്ത് കൊടുക്കുക. ഇതൊക്കെയാണ് ഫിദിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂനതകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ആടിനെങ്കിലും അറുത്ത് കൊടുക്കണം. കഴിവുള്ള ആളുകൾ, ന്യൂനത ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ, ഇല്ലെങ്കിലും അത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി വേറൊരു കാര്യം, ഇതൊന്നും എല്ലാവരും ഓർത്തു പോണ കാര്യങ്ങളല്ല. ഹറമിലേക്ക് ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുക. ആ സമയത്ത് നമ്മൾ ഈ ഉംറയ്ക്ക് പുറമെ സദക്ക ചെയ്യാൻ ഏറ്റവും മഹത്വമുള്ളൊരു സ്ഥലമാണല്ലോ ഉംറ. ഈ മസ്ജിദുൽ ഹറാമൊക്കെ അവിടെയുള്ള ജോലിക്കാർക്കൊക്കെ എന്തെങ്കിലും ചില്ലറ പൈസ നമ്മൾ കൊടുക്കുക. നമ്മൾ ഒരു സദക്ക ചെയ്താൽ 1-ന് 10 പ്രതിഫലം. അത് ഹറമിൽ വെച്ചാകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ സദക്ക ചെയ്ത പ്രതിഫലം കിട്ടും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്ന സദക്ക നമ്മൾ ചെയ്യാം. അവിടുന്ന് ചില ആൾക്കാർ പറയും, ഗ്രൂപ്പ് കൊണ്ട ആൾക്കാർ പറയും, നിങ്ങളുടെ നാട്ടിൽ നമ്മൾ ഇന്ന സ്ഥാപനത്തിന് ഈ ഭയങ്കര വിഷമിക്കുകയാണ്, അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പം കഴിവുള്ള ആൾക്കാരല്ല അധികം ഉണ്ടാകും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടുന്ന് ധർമ്മം ചെയ്താളി എന്ന് പറയും. അപ്പോൾ അതല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് നമുക്ക് വേറെ വേണമെങ്കിൽ കൊടുക്കാം. അവിടെയുള്ള ആളുകൾ, അവിടെ സ്ഥിരമായ ജോലിക്കാർ, നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാ സമയത്തും അവിടെ അവർ നിന്നുകൊണ്ട് പ്രാർത്ഥനയിലും അതുപോലെ തന്നെ അവരവരെ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹിൻ്റെ തൗഫീഖോടുകൂടി ഒരു 4 മാസം ഹറം ക്ലീനിങ്ങിൽ ഞാൻ ജോലി എടുത്തിരുന്നു. അപ്പോൾ അവിടെ ഓരോരുത്തർ വന്നിട്ടും പറയുന്നതും ഉള്ള പരിചയം ഈ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അപ്പം നമ്മളെ പ്രവർത്തനങ്ങൾ ഒരിക്കൽ പോകാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ ഇത് ലാസ്റ്റത്തെ പോക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത പ്രാവശ്യം ഇനി നമുക്ക് പോകാൻ ആയുസ് ദീർഘിച്ച് കിട്ടിയെങ്കിലുള്ളൂ. ഏത് ഇബാദത്തും അങ്ങനെ തന്നെ, ദീനിൻ്റെ ഏതൊരു ഇബാദത്തും. നിസ്കാരമാണെങ്കിൽ നിസ്കാരത്തിൻ്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് ഓരോരുത്തരും വിചാരിക്കുക. എന്നപോലെ ഹജ്ജ് അവസാനത്തെ ഹജ്ജാണ്, ഉംറ അവസാനത്തെ ഹജ്ജാണെന്ന് വിചാരിക്കുക. കാരണം അടുത്ത സമയത്ത് ഞാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെ ഇബാദത്തിലൊക്കെ അങ്ങനെ ചെയ്യേണ്ടത്. ഇതിൻ്റെ അവസാനത്തെ ഇബാദത്താണ്. നിസ്കാരമാണെങ്കിൽ അവസാനത്തെ നിസ്കാരമാണ്. പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ, മടിയന്മാർ, അത് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, അവർ ചിലപ്പോൾ എന്താണ് മഗ്‌രിബൊക്കെ നന്നാക്കി നിസ്കരിക്കും, ഇശാ നിസ്കരിക്കാതെ കടന്നുറങ്ങും, അല്ലെങ്കിൽ സുബഹി നിസ്കരിക്കാതെ കടന്നുറങ്ങും. എന്നാൽ ഖളാ വീട്ടും കൂടിയില്ല. കാരണത്തോട് കൂടാകുമ്പോൾ അത് വലിയ തെറ്റാണ്. എന്നാലും ഖളാ വീട്ടണം കൂടിയില്ല. ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഉംറയിലും അങ്ങനെ തന്നെ. ഉംറയിൽ നമ്മൾ കരുതേണ്ടത് എന്താണ്, ഹജ്ജിലും ഒക്കെ കരുതേണ്ടത് ഇതിൻ്റെ അവസാനത്തെ ഹജ്ജാണെന്ന് കരുതുക. അത് ഈ ഇഖ്ലാസ് കിട്ടാനുള്ള ഏറ്റവും
മുന്തിയതാണെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതാണ്. തസവ്വുഫിൻ്റെ കിതാബുകളിലൊക്കെ കാണാം. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് ഗസാലി റളിയല്ലാഹുവിനൊക്കെ ഈ ഓരോരുത്തർക്ക് ഈ ഇഖ്ലാസ് കിട്ടാനും അവരെ പ്രവർത്തനങ്ങൾ നന്നാവാനും ഈമാൻ കിട്ടി മരിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടാൽ നമ്മളെ ജീവിതവും നമ്മളെ ഇബാദത്തൊന്നും ഒന്നുമല്ല. നമ്മൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും, ഉംറ ചെയ്തിട്ടുണ്ടാവും, നിസ്കരിച്ചിട്ടുണ്ടാവും. ഇതൊന്നും ഗസാലി ഇമാമിൻ്റെ വിശദീകരണത്തിലേക്ക് തട്ടിച്ച് നോക്കുമ്പോൾ നമ്മളിതൊന്നുമല്ല. അപ്പം ഞാനിപ്പോൾ ഇത് വീഡിയോ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വിശദമായിട്ട് ഹജ്ജിനെ പറ്റി വിശദീകരിക്കും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് ഇതിൻ്റെ അവസാനത്തെ ഹജ്ജാണ്, അവസാനത്തെ ഉംറയാണ്. എല്ലാവരോടും പൊരുത്തപ്പെടിക്കും. ഒരാളോടും നമുക്ക് കറണ്ടാവരുത്, മനസ്സിലൊരു വിഷമമുണ്ടാവരുത്. കാരണം എന്താണ്, ഒരാളെ ഹജ്ജ് ചെയ്തു വന്നാൽ കയോമി വലത്തി ഉമ്മിഹിന്ന്, അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ചെന്ന് ഉള്ളതുപോലെയായിട്ട് മടങ്ങുന്ന. ഉമ്മ പ്രസവിക്കുമ്പം നമുക്കൊരു ഹൃദയം തന്നിട്ടുണ്ട്, നല്ല സ്ഫടികം പോലെ തെളിഞ്ഞൊരു ഹൃദയം. ആ ഹൃദയത്തിനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. രക്ഷപ്പെടുക ആരാണെന്ന് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ഇല്ലാമൻ അത്തല്ലാബി കൽബിൻ സലീം, രക്ഷപ്പെട്ട ഹൃദയമായിട്ട് വരുന്നവനല്ലാതെ. അപ്പോൾ ഈ രക്ഷപ്പെട്ട ഹൃദയമായിട്ട് വരണമെങ്കിൽ നമ്മൾ ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും കറകളും നമ്മൾ ഒഴിവാക്കി, മറ്റുള്ളവരെ എന്തെന്നല്ല നമ്മളെ കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരാൾക്കൊരു അനുഗ്രഹം ഉണ്ടായാലും നമ്മൾ അതിനെപ്പറ്റി കിബർ കാണിക്കരുത്. അതിന് എന്തായാലും അതിൻ്റെ മേലിൽ നമ്മൾ മോശം വിചാരിക്കും. നമ്മളെ കാര്യം എന്ത്, എൻ്റെ കാര്യം എന്ത്, ഞാൻ മരിച്ചാലെന്ത്, ഞാനൊന്ന് നിസ്കരിച്ചു, എൻ്റെ നിസ്കാരം ശരിയായോ? ഞാൻ നിസ്കരിക്കുമ്പോൾ വൈലുൽ മുസല്ലീൻ എന്നാണല്ലോ, മുസല്ലീൻ നിസ്കരിക്കുന്നവർക്കാണ് വൈലു അറിയണ നരകമെന്ന്. അവർ അശ്രദ്ധന്മാരായിട്ട് നിസ്കരിക്കുന്നു. അപ്പോൾ എൻ്റെ നിസ്കാരം ശരിയായോ? ഈ ഫർള് നിസ്കാരം നിസ്കരിച്ചിട്ട് അതിലുള്ള ന്യൂനതകൾ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സുന്നത്ത് നിസ്കരിക്കണത്. ഫർള് നിസ്കരിക്കുന്ന സ്ത്രീകളായിട്ട് പുരുഷന്മാരായിട്ട് ആരോ സുന്നത്ത് നിസ്കരിക്കൽ. എന്നാൽ ഇപ്പോൾ ഞാനിത് ആ വിഷയത്തിൽ കൂട്ടിക്കലർത്തി പറയല്ല, അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടോന്നറിയില്ല. എന്നാൽ ഈ ഉംറൻ്റെ കാര്യങ്ങൾ, ഹജ്ജിൻ്റെ കാര്യങ്ങൾ, ഇത് ഞാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം ഇത് നമ്മൾ ലക്ഷങ്ങൾ മുടക്കി പോകുന്നതാണ്. അപ്പോൾ ഇത് വെറുതെ ആകരുത്. ഈ സമയത്ത് ഞാൻ ഒറ്റക്കാണ് പോണേക്കുക. ഒറ്റക്ക് പോയാലും ഒരു പേടിക്കാനില്ല. കാരണം എന്താ, നമ്മൾക്ക് അള്ളയുണ്ട്. അതാണല്ലോ നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഈ സോറിലെത്തിയ സമയത്ത് പോലും ശത്രുക്കൾ കാലിങ്ങനെ കാണുന്ന സമയത്ത് നബി അവരത് വന്നിട്ടുണ്ട് കേട്ടോ എന്ന്. അവർ കാലിൻ്റെ താഴത്തേക്ക് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ, കൊന്നു കളയില്ല. അപ്പോൾ പറഞ്ഞെന്താണ്, നമ്മൾ മാത്രമല്ല മൂന്നാമത്തെ ഒരാൾ അള്ളയില്ലെന്ന്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ഉംറകളും ഹജ്ജുകളും കർമ്മങ്ങളും നമ്മൾ സ്വന്തമായാലും ഒന്നും പേടിക്കാറില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇബാദത്താണെന്നും, നമ്മൾ അവിടെ പല സൈസ് ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് നോക്കിയിട്ട് നമ്മളെ ഈ അന്യ സ്ത്രീ പുരുഷന്മാരിലേക്ക് നോക്കിയിട്ട് നമ്മളെ ശ്രദ്ധ കളയാതെ, അതൊക്കെ അവിടുന്ന് ഏറ്റവും വലിയ തെറ്റാണ്. നമ്മളെ മനസ്സിൽ വിചാരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് സംഭവിക്കും. അത് അങ്ങനെ സംഭവിച്ചൊരു സംഭവം ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ അനുഭവത്തിലുള്ളത്. നമ്മളൊരാളെ പറ്റി എന്താണ്, ഒരാൾ മൂത്രിക്കുന്നത് കണ്ടോ, ചിലപ്പം മിനയിലൊക്കെ അറഫയിലൊക്കെ പോകുമ്പം കുപ്പിയിലാക്കി ഇങ്ങനെ മൂത്രം വെച്ച് വെച്ചിട്ടുണ്ടാവും. നമ്മളെ മനസ്സിൽ അതിനെപ്പറ്റി വന്നാൽ എന്താണ് അപ്പം നമുക്കപ്പം മൂത്രിക്കാൻ മുട്ടും. എനിക്കുള്ള അനുഭവമാണത്. അപ്പം നമ്മളങ്ങനെ അതുപോലെ നമ്മളും ചെയ്യേണ്ടി വരും, കുപ്പിയിലൊക്കെ മൂത്രിച്ച് വെക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമ്മളെ മനസ്സിൻ്റെ കേട് കൊണ്ടാണ്. അപ്പോൾ ഈ കേടുകളൊക്കെ തീർക്കാനേ പോകുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മൂത്രമൊഴിച്ച് അവിടെ വെച്ചാലും മറ്റുള്ളവരെന്ത് ചെയ്താലും അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട. നമ്മൾ അവരെ ന്യൂനത നോക്കാനല്ല പോകുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് കുറേ മറ്റുള്ളവരെ ന്യൂനതയും കുറ്റവും കുറവും പറഞ്ഞിട്ട് ഇവിടെ വരുന്നത് ഇപ്പം എന്തിനാണ്, മറ്റുള്ളവരെ ന്യൂനത നോക്കാനല്ല. ഇപ്പോൾ മൂത്രപ്പരൻ്റെ അടുത്തൊക്കെ ഇഷ്ടംപോലെ മൂത്രപ്പരകളുണ്ടെങ്കിൽ മണിക്കൂറോളം ചിലപ്പം ക്യൂ നിൽക്കേണ്ടി വരും. നമ്മൾ വിഷമിച്ച് മറ്റുള്ളവരെ ശപിക്കാൻ പാടില്ല. കാരണം എന്താ, നമ്മൾ ഈ കൊടുത്ത പൈസ ഒക്കെ അവിടെ മടക്കി പോവുക, അവിടെ മടക്കി ഒന്നല്ല അതാക്കി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഞ്ഞാൽ നമ്മളെ പോക്കുണ്ടല്ലോ, നമ്മൾ ചിന്തിക്കണം ഇനി നമുക്ക് പോകാൻ കഴിഞ്ഞോളന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നതുപോലെ നമ്മൾ അറഫയിലും മിനയിലും ഒക്കെ ചെല്ലുമ്പോൾ അവിടെ ധാരാളം മരങ്ങളുണ്ടാവും. അവിടെ കുറേ ചെടികൾ വിട്ട് വളർത്തിയാണ്. വേപ്പ് മരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ കൊമ്പുകളൊന്നും നമ്മൾ പൊട്ടിക്കരുത്. കൊമ്പുകളൊക്കെ പൊട്ടിച്ചാൽ നമുക്ക് ചിലപ്പം എന്താണ് പറഞ്ഞാൽ അവിടുന്ന് പച്ചയാതിനെ പറിച്ചാൽ, അവിടെയുള്ള മരങ്ങളൊക്കെ പറിച്ചാൽ നമുക്ക് ഫിദിയ നിർബന്ധം, അതൊന്നും നമുക്കറിയില്ല. ഇതൊക്കെ പഠിക്കണം നമ്മൾ. അവിടെ ഓരോരുത്തർ ചിലപ്പം എന്താണ് നമുക്ക് തണലിട്ടാൻ വേണ്ടിയിട്ട് അവിടെയുള്ള കൊമ്പ് പൊട്ടിച്ചിങ്ങനെ തലക്ക് മേലെ ചൂടി നിൽക്കുകയൊക്കെ ചെയ്താൽ അങ്ങനെ ചെയ്യലില്ല. എല്ലാവർക്കും അറിയും, അവിടെ ചെന്നാൽ ഒരുവിധ ആൾക്കാർക്ക് ഒരാൾക്ക് അറിയില്ല. ഇങ്ങനെയൊക്കെ ഫിദിയ നിർബന്ധമാകും, അറിവ് നിർബന്ധമാകും. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കറിയാതെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചണമെന്ന് തോന്നുന്നതിന് അവസാനം ഒരു ആടിനെ വാങ്ങി അറക്കണം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി വ്യക്തമായിട്ട് ഉദ്ധരണികൾ സഹിതം പിന്നീട് പറയാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.